2 റെഡ് കാർഡ് ഇട്ടിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു. വിശ്വസിക്കാൻ പറ്റില്ല കോച്ച്. ഇതുകൂടെ നമ്മൾ തോറ്റ സകലതും നമുക്കെതിരാണ്. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കാതെ അവർക്ക് നമ്മളെ തോൽപ്പിക്കാനാകില്ല. എന്ത് കാണിച്ചിട്ടാണെന്ന് അറിയണ്ട, ഏത് ടീമിലെ ഒറ്റൊരുത്തനെയും ഇനി ഇങ്ങോട്ട് കടത്തിവിടരുത്. പോലെ നിന്റെ കൈകൾ പാറട്ടെ, നിന്റെ കഴിവിനാൽ എതിരാളി തളരട്ടെ. ഹരഹരം ഇത് തുടരും ഈ വേളയിൽ, പ്രഹരണം ഇത് നിലച്ചിടും ചോരയിൽ. ഡിഫൻസീവ്ലി ഏറ്റവും വീക്കായ ടീം, ഏറ്റവും കൂടുതൽ ഗോളുകൾ കൺസീഡ് ചെയ്ത ടീം, മത്സരത്തിന്റെ അവസാന 20 മിനിറ്റ് 9 പേരെ മാത്രം വെച്ചുകൊണ്ട് അതേ ഡിഫൻസീവ് ഗെയിം കളിച്ച് ക്ലീൻ ഷീറ്റോടുകൂടെ വിജയിക്കുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഈ മത്സരവും വിജയവും ഒരിക്കലും ഒരുപാട് പ്രതീക്ഷ തരുന്ന ഒന്നല്ല, മറിച്ച് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് താനും. പക്ഷേ ഈ പോരാട്ട വീരത്തെ അഭിനന്ദിക്കാതിരിക്കാനുമാകില്ല. പഞ്ചാബിനെതിരെ 1 ഗോളിന്റെ ആധിപത്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നു. നമസ്കാരം, ഏവർക്കും ഡോണിസ് ക്ലാസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ മത്സരത്തിലേക്ക് പ്ലേയേഴ്സിനെ അണിനിരത്തുന്ന ആ ഒരു സീൻ ഇങ്ങനെയായിരിക്കണം. 4-2-3-1 എന്ന ടിപ്പിക്കൽ ഫോർമേഷൻ, സെയിം ലൈനപ്പ് തന്നെ എക്സ്പെക്ട് ചെയ്ത് റൈറ്റ് ബാക്കിൽ സന്ദീപിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. കളത്തിലേക്ക് ഇറങ്ങാൻ സന്ദീപ് സിംഗ് തയ്യാറായി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ കോച്ച് പറഞ്ഞിട്ടുണ്ടാവും, മോനെ സന്ദീപേ ഇന്ന് നീ ഇറങ്ങണ്ടാട്ടാ, ഐബൻ സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന്. ഇത് കേട്ട സന്ദീപ് വിടോ, മനസ്സൊരുകി അങ്ങോട്ട് പ്രാഗി, നശിച്ചു പോകുന്ന അയ്യെന്ന്. And you know what happened. And obviously അടുത്ത മത്സരത്തിൽ ഒഡീഷ എഫ്സിക്കെതിരെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ വീണ്ടും സന്ദീപ് സിംഗ് തന്നെ വരുന്നു. സോ മത്സരത്തിന്റെ ആദ്യ പകുതി കമ്പാരിറ്റീവ്ലി സ്ട്രഗ്ലിംഗ് ഫേസിൽ നിൽക്കുന്ന പഞ്ചാബ് എഫ്സിക്കെതിരെ ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു കടുകട്ടി അറ്റാക്ക് ഒന്നും നടത്തിയില്ല എന്നത് തന്നെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. പക്ഷെ അപ്പോഴും ലൂണയുടെ ആ ഒരു പവർഫുൾ ഷോട്ടും 1-on-1 സിറ്റുവേഷൻ, നിഹാൽ സുധീഷ് വേഴ്സസ് സച്ചിൻ സുരേഷ്, ആ ഒരു മൊമെന്റും എടുത്തു പറയണം. ആൻഡ് ആ ആദ്യ പകുതിയിൽ തന്നെ മത്സരത്തിന്റെ 44-ാം മിനിറ്റിൽ നോവ സദോയെ പഞ്ചാബ് എഫ്സിയുടെ ബോക്സിനകത്ത് ഫൗൾ ചെയ്യപ്പെടുന്നു, ഒരു പെനാൽറ്റി നേടിയെടുക്കുന്നു. നോവ തന്നെ ആ പെനാൽറ്റി എടുക്കാൻ വരുന്നു, സിമ്പിൾ ആയിട്ട് തന്നെ സ്കോർ ചെയ്ത് ബ്ലാസ്റ്റേഴ്സിന് 1 ഗോൾ ലീഡ് നേടുന്നു. സെക്കൻഡ് ഹാഫിലാണ് ഡ്രാമ എന്നൊക്കെ പറഞ്ഞാൽ സംഭവ ബഹുലമായ 2ാം പകുതി. മത്സരത്തിന്റെ 58-ാം മിനിറ്റിൽ ലിയോൺ അഗസ്റ്റിനെ ഒരു കാര്യമില്ലാണ്ട് ഫൗൾ ചെയ്ത് മിലോസ് 2ാമത്തെ യെല്ലോ കാർഡ് വാങ്ങി റെഡ് കാർഡ് വാങ്ങി പുറത്തു പോകും. മത്സരത്തിന്റെ 74-ാം മിനിറ്റിൽ ഇതേ ലിയോൺ അഗസ്റ്റിനെ ഫൗൾ ചെയ്ത് ഐബൻ ഡയറക്റ്റ് റെഡ് കാർഡ് വാങ്ങി പുറത്തു പോകും. രണ്ടിലും കോമൺ ആയിട്ടുള്ള ലിയോൺ അഗസ്റ്റിൻ മാസ്റ്റർ ബ്രെയിൻ. ആദ്യ റെഡ് കാർഡിന്റെ പ്രഹരം മൂലം ഒരു ബോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. നോവ സദോയെ പിൻവലിച്ച് അലക്സാണ്ടർ കോയഫും മമാവിയും കളത്തിലേക്ക് ഇറങ്ങി. കാരണം അങ്ങനെ ഒരു മൊമെന്റിൽ നോവയെ പോലുള്ള ഒരു പ്ലെയറെ പിൻവലിക്കാൻ എടുത്തൊരു തീരുമാനം വളരെ ക്രൂഷ്യലായിരുന്നു. പക്ഷെ എൻറ്റയർ ടീം ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു അവസ്ഥയെ കൃത്യമായിട്ട് തന്നെ മാനേജ് ചെയ്തു. സ്ട്രൈക്കർ ആയിരുന്ന കോമെ പേപ്പർ പോലും കട്ട ഡിഫെൻഡിങ്. ബ്ലാസ്റ്റേഴ്സ് ബോക്സിലേക്ക് പറന്നിറങ്ങി വരുന്ന എല്ലാ പന്തുകളെയും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ക്ലിയർ ചെയ്ത് ഒഴിവാക്കുന്നു. പഞ്ചാബിനെ സുലഭമായി അറ്റാക്ക് ചെയ്യാൻ അനുവദിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിനകത്തേക്ക് കയറ്റിവിടാതെ പിടിച്ചു കെട്ടിയ ആ 20 മിനിറ്റ്. ഹോർമിപ്പം ഇടയ്ക്ക് ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തും, പക്ഷെ പുള്ളി തന്നെ അത് റിക്കവറും ചെയ്യും. ആൻഡ് ഫ്രെഡി മത്സരത്തിന്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കി മികച്ച രീതിയിൽ തന്നെ കളിച്ചു. അവസാന നിമിഷം വരെയും ഗോൾ കീപ്പർ സച്ചിൻ മുതൽ എൻറ്റയർ ടീം ഒറ്റ മൈൻഡിലാണ് കളിച്ചത്. ഈ മത്സരത്തിൽ സച്ചിൻ സുരേഷിന്റെ പല സേവുകളും അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ അപ്പോഴും ഈ മത്സരത്തിന്റെ വിജയം എക്സൈറ്റ്മെന്റുകളെക്കാൾ ആശങ്ക തന്നെയാണ് തരുന്നത്. അടുത്ത മത്സരത്തിൽ റൈറ്റ് ബാക്കിൽ ഐബൻ ഇല്ല, പക്ഷെ സന്ദീപ് ഉണ്ടെന്ന് വെക്കാം. സെൻട്രൽ ബാക്കിൽ മിലോസ് ഇല്ല, പക്ഷെ പ്രീത ഉണ്ടെന്ന് വെക്കാം. പക്ഷേ 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ മൂലം അടുത്ത മത്സരത്തിൽ ഡാനിഷ് ഫറൂഖ് ഇല്ല. അലക്സാണ്ടർ കോയഫിന് ആ പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റുമോ? ആൻഡ് മറ്റൊരു ഹോട്ട് കൺഫർമേഷൻ ആണ് രാഹുൽ KP ഒഡീഷ എഫ്സിയിലേക്ക് പോയിരിക്കുന്നത്. ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഒഡീഷ എഫ്സിക്കെതിരെ കൊച്ചിയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഇനി എങ്ങാനും ലൊബേറ ഒരു ത്രില്ലിന് രാഹുൽ KP ഈ മത്സരത്തിൽ ഉൾപ്പെടുത്തി ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയാൽ പോലും ഇറങ്ങിയിട്ട് ഒരു ഗോളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് സിനിമയായിരിക്കും. സോ എന്തായാലും നമുക്ക് അതിനു വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കാം. എന്തായാലും ഈ ഒരു മത്സരത്തിന്റെ വിജയത്തിൽ ആശ്വാസത്തിനപ്പുറത്തേക്ക് വലിയ ആനന്ദമൊന്നുമില്ല. ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് മാർക്കുന്നത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കുന്നത് മറ്റൊരു വേണ്ടി ബൈ.